കൊണ്ട് ഭംഗിയും മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ട് സ്ഥലം മാത്രമേ നോക്കൽ അനുവദിച്ചിട്ടുള്ളൂ. ഇനി പറയട്ടെ, ചില സ്ഥലങ്ങളിൽ നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന്റെ കൈപിടിച്ച് മോതിരമിട്ട് കൊടുക്കുന്ന ഹറാമ് നടക്കലുണ്ട്, ആ പെണ്ണിന്റെ കൈപിടിച്ച് വളയിട്ട് കൊടുക്കുന്ന ഹറാമ് നടക്കലുണ്ട്. പറ്റൂല കേട്ടോ. ഈ അന്യപുരുഷൻ നിക്കാഹ് നടത്തുന്നത് വരെ അതിനു മുമ്പ് അവളെ തൊടൽ ഹറാമാണ്, അവളെ കൈപിടിക്കൽ ഹറാമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വള കൊടുക്കണോ, മോതിരം കൊടുക്കണോ, മിഠായി കൊടുക്കണോ, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. അവിടെ തന്നെ അവളെ ബാപ്പയുണ്ടാകും, ബാപ്പന്റെ കയ്യിൽ കൊടുത്തോളൂ, ആങ്ങളന്റെ കയ്യിൽ കൊടുത്തോളൂ. അല്ല, നിങ്ങളുടെ കൂടെ മറ്റ് സ്ത്രീകൾ, പെങ്ങളോ ഉമ്മയോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്തോളൂ, അവർ സദാ ഇട്ടുകൊള്ളട്ടെ, അതിന് വിരോധമില്ല. അതേ സമയത്ത് ഈ അന്യപുരുഷനായ വ്യക്തി നിക്കാഹ് നടക്കുന്നത് വരെ അന്യപുരുഷൻ തന്നെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, വിവാഹത്തിന് വേണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മൊബൈൽ ഫോൺ കൈമാറുന്ന ചിലരുണ്ട്. ആ ഫോൺ എന്തിനാണ്? അവനും അവൾക്കും ഇങ്ങനെ വിളിച്ച് രസിക്കാനാണ്. ചോദിക്കട്ടെ, നിക്കാഹ് നടക്കുന്നത് വരെ അതൊരന്യ പെണ്ണല്ലേ? നീയും ഒരന്യ പുരുഷനല്ലേ? ചോദിക്കട്ടെ, അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ? അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ? അന്യ പെണ്ണിന്റെ ശബ്ദം വെറുതെ കേൾക്കുന്നുവെങ്കിൽ അത് ഹറാമല്ല. ഉദാഹരണത്തിന് ഒരു വാതിലിന് പോയി അല്ലെങ്കിൽ ബെല്ല് പോയി അടിച്ചു, ഇവിടെ അതാ ഭർത്താവ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയുമ്പോൾ കേട്ടുകൂടാന്നല്ല, അതിന് കുഴപ്പമില്ലല്ലോ, അന്യപെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടത്, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതാ ഒരാൾ വന്നിട്ട് ഒരു മുസ്ലിയാരോട് ഫോണിലോ അല്ലാതെയോ ഒരു മസല ചോദിക്കുകയാണ്, അത് ഈ മുസ്ലിയാർക്ക് കേട്ടുകൂടാ എന്നില്ല. അതുപോലെ അന്യ പെണ്ണും അന്യാണും തമ്മിൽ ഒരു ഇടപാട് നടക്കുകയാണ്. ഐഷ, നിന്റെ പശുവിനെ നീ വിൽക്കുമോ? അപ്പൊ അവള് പറയാണ് വിൽക്കും, 20,000 ഉറുപ്പ്യ കിട്ടണം. അപ്പോൾ അത് കേൾക്കുന്നത് തെറ്റല്ല, അങ്ങനെ ആവശ്യത്തിന് സൗണ്ട് കേൾക്കുന്നത് തെറ്റല്ല. അതേ സമയത്ത് പറയട്ടെ, ശബ്ദം കേട്ട് രസിക്കൽ ഹറാമാണ്. ഞാൻ ചോദിക്കട്ടെ, അതാ വധുവാകാനും വരനാകാനും ഉദ്ദേശിച്ച് കണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരനായ പുരുഷനും ചെറുപ്പക്കാരിയായ പെണ്ണും അവര് തമ്മിൽ സംസാരിക്കുന്ന സംസാരം മുഴുവനും ശബ്ദം കേട്ട് രസിക്കാനല്ലേ? ആ രസം തെറ്റല്ലയോ? അതുകൊണ്ട് അങ്ങനെ രസിക്കണോ? നിങ്ങളോട് പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് തന്നെ ആ അമ്മോശൻ അവിടെ നിന്ന് അങ്കഹത്തുക വിധി എന്നെന്ന് പറയട്ടെ, നീ സബൽ തുനിക്കാഹ എന്ന് നീ അങ്ങോട്ട് വന്നങ്ങ് പറഞ്ഞോ, അത് കേൾക്കാൻ രണ്ടാള് പുരുഷന്മാര് അവരും ഉണ്ടാകട്ടെ. ഒരു സാധിയും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു നാട്ടുമൂപ്പനും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിക്കാഹ് നടന്നിട്ടാണോ നിനക്ക് എത്രയും വിളിക്കാം, എത്രയും രസിക്കാം, ഒരു കുഴപ്പവുമില്ല. നിക്കാഹ് നടക്കാതെ അന്യ സ്ത്രീയും അന്യപുരുഷനും അതാ സംസാരിച്ച് രസിക്കുന്ന ഏർപ്പാട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പാടുള്ളതല്ല കേട്ടോ. പരിശുദ്ധ ദീനനുസരിച്ചായിരുന്നു ഈ അടുത്ത കാലം വരെ മുസ്ലിമീങ്ങളുടെ ജീവിതം. ഈ അടുത്ത കാലത്ത് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ മുന്നിൽ ഒരു കല്യാണ പാർട്ടിയാണ്. യുവതികളായ പെൺകുട്ടികൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒറ്റ നോട്ടം മുന്നിലെ വണ്ടി അങ്ങ് കണ്ടുപോയതാണ്, പിന്നെ നോക്കിയില്ല. യുവതികളായ പെൺകുട്ടികൾ കൈയടിച്ച് പാട്ടുപാടിയിട്ട് റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. പോലീസുകാരിങ്ങനെ റോട്ടും വന്ന് നോക്കി നിൽക്കുകയാണ്, മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചിപ്പുറത്തെത്തിയപ്പോൾ എന്റെ ഡ്രൈവർ പറഞ്ഞു, അതാ വേറൊരു കല്യാണ പാർട്ടി. സുബ്ഹാനല്ലാഹ്, അവിടും പെണ്ണുങ്ങളാണ്, പക്ഷേ അവര് മിണ്ടുന്നില്ല, അച്ചടക്കത്തോടെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യം കണ്ടത് മുസ്ലിമീങ്ങളെ കല്യാണ പാർട്ടിയാണ്, രണ്ടാമത് കണ്ടത് ഹിന്ദുക്കളുടെ കല്യാണമാണ് കേട്ടോ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ സമുദായം എപ്പോഴാണ് ഇത്ര അധപ്പതിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹിന്ദുക്കളെ കല്യാണം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു ശല്യവും കേൾക്കുന്നില്ല, കാണുന്നില്ല, മറ്റ് മതക്കാർക്ക് കാണുന്നില്ല. എത്ര പുതിയാപ്പിളിന്റെ കൂടെ, അതേ പുതിയാപ്പിളിന്റെ കൂടെ ചെറുപ്പക്കാര് പോകുന്നു, അതാ മുസ്ലിം കുട്ടികള്.
സുബ്ഹാനല്ലാഹ്, ബസ്സിന്റെ സീറ്റ് മുഴുവനും മുറിച്ചു വെച്ചു, അതുപോലെ തന്നെ ബസ്സിന്റെ കണ്ണാടി പൊട്ടിച്ചു വെച്ചു. എന്നിട്ടോ അതും പോരാ, അവിടെ പോയിട്ട് ഭാര്യ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും തകർത്ത് വെച്ചു. ഇങ്ങനെ എത്രയോ തോന്നിവാസം ചെയ്യുന്ന, ആഖിറത്തിനെ കുറിച്ച് ചിന്തയില്ലാത്ത, എന്റെ ഓരോ സെക്കൻഡും അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ചിന്തയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരില്ലേ. അതേ സമയത്ത് നമ്മൾ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, മറ്റ് മതക്കാരും ഇവിടെ വിവാഹവും കല്യാണവും നടത്തുന്നില്ലേ? അവരെ പറ്റി ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പലപ്പോഴും കേൾക്കുന്നില്ലല്ലോ. നാണക്കേടോടുകൂടെ, ലജ്ജയോടുകൂടെ എന്റെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഈ തെറ്റായ പ്രവണതകളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാനും റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരനല്ലേ എന്ന നിലക്ക് തുറന്ന് പറയുകയാണ്. ഓ ചെറുപ്പക്കാരെ, അച്ചടക്കത്തോടെ ജീവിക്കണം. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീന എന്ന അല്ലാഹുവിന്റെ റസൂലിനൊരു ദുആയില്ലേ? ആ ദുആയുടെ അർത്ഥം തന്നെ അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാക്കണേ അല്ലാ, അച്ചടക്കത്തോടെ മരിപ്പിക്കണേ അല്ലാ. അച്ചടക്കരാഹിത്യം എന്ന് പറയുന്നത് അത് പുതിയാപ്പിളിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, പുതിയ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴാണെങ്കിലും ശരി, പരിശുദ്ധ ഇസ്ലാം അത് തെറ്റായി കൽപ്പിച്ചതാണ് കേട്ടോ. പണം കുറച്ച് കയ്യിലുണ്ടെങ്കിൽ, ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിൽ ഏത് തോന്നിവാസവും ചെയ്യാമെന്ന പ്രവണത നിശ്ചയമായും മാറ്റിയെടുക്കേണ്ടതാണ്. ഇത് ഞാൻ പ്രത്യേകമായി ഗൗരവത്തോടെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ വെറും കല്യാണം നിശ്ചയിക്കാൻ പോയാ പോരാ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ വെറും ഖുതുബോദി, അതുപോലെ തന്നെ അതാ ഇമാമത്ത് നിന്ന് ശമ്പളം പറ്റിയാൽ പോരാ, മറിച്ച് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം പള്ളികളിൽ വെച്ച്. നാട്ടിലെ മുഖ്യസ്ഥന്മാര്, കാരണവന്മാര് അവര് വെറും കല്യാണത്തിന്റെ ദിവസം നിശ്ചയിച്ചാൽ പോരാ, ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്വമുണ്ട്. അച്ചടക്കത്തോടെ നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്, ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ചെറുപ്പക്കാരികളെയും അതാ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതുണ്ട് കേട്ടോ. ഓ സഹോദരന്മാരെ, നമ്മളൊരച്ചടക്കമുള്ള, നമ്മളെപ്പോലെ അച്ചടക്കമുള്ള ഒരു സമുദായം വേറെ ഉണ്ടോ? അത്രയും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചതല്ലേ? പക്ഷെ ആ അച്ചടക്കമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് മുസീബത്ത് ഇറങ്ങൂലേ? സുബ്ഹാനല്ലാഹ്, കച്ചവടം ചെയ്യാൻ ധൈര്യമില്ല, കവർച്ച ചെയ്യുമോ എന്ന പേടി. സുബ്ഹാനല്ലാഹ്, പൊന്നുമിട്ട് പോകാൻ ധൈര്യമില്ല, വണ്ടിയിലൂടെ പോകാൻ ധൈര്യമില്ല, പീടിക തുറക്കാൻ ധൈര്യമില്ല, വീട് വളയുമോ പേടിയാണ്. അതേ ഭീരുത്വമാണ്. ചോദിക്കട്ടെ, പടച്ച റബ്ബ് പറഞ്ഞതല്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അച്ചടക്കരാഹിത്യം കാണിക്കാതെ ജീവിച്ചിരുന്ന നമ്മുടെ ഉപ്പാപ്പമാര് ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സമുദായത്തിന്റെ അന്തസ്സ് എത്രയായിരുന്നു, അഭിമാനം എത്രയായിരുന്നു. ആ അഭിമാനം മുഴുവനും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം അല്ലാഹുവിന്റെ ദീന് പച്ചയായി അതാ പിച്ചിച്ചീറിയിട്ട് അതാ തോന്നിവാസത്തിന് വേണ്ടി ഓരോരുത്തരും തുരിഞ്ഞതിന്റെ പേരിലല്ലേ? ചോദിക്കട്ടെ, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അതേ വരനായി വരുന്ന മനുഷ്യന്റെ കൂടെ സ്വന്തം പെൺകുട്ടികളെ കാറിൽ അയച്ചു കൊടുക്കുന്ന സമ്മാടിത്തം ചെയ്യുന്ന രക്ഷിതാക്കളില്ലേ? നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഈ അന്യപുരുഷന്റെ കൂടെ അന്യസ്ത്രീ അയച്ചു കൊടുക്കുന്ന നിന്റെ പേര് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ മതിയോ? നീ ലോകത്ത് ഏറ്റവും വലിയ തോന്നിവാസം ചെയ്തവനല്ലേ? അന്യസ്ത്രീ അന്യപുരുഷന്റെ കൂടെ നീ അയച്ചു കൊടുത്തില്ലേ? നിനക്ക് അയച്ചു കൊടുക്കാമല്ലോ നിക്കാഹ് ചെയ്തതിന് ശേഷം. വെറുതെയാണോ അല്ലാഹു തആല നിക്കാഹിന്റെ വാചകം വെച്ചത്? എല്ലാ തോന്നിവാസങ്ങളും ചെയ്തതിന് ശേഷം നടത്തേണ്ട വിഷയമാണോ നിക്കാഹ്? അല്ല, നിക്കാഹ് ചെയ്തതിന് ശേഷമാണോ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരെ സുഖങ്ങൾ അനുഭവിക്കേണ്ടത്? എന്തേ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള കുറെ അനാചാരങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും കുറെ തെറ്റുകളും കടന്നുകൂടിയത്? സുബ്ഹാനല്ലാഹ്,
അനാചാരത്തിനെതിരെ ശബ്ദിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ വന്നു പോകുന്ന ചിലരുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവരനാചാരം കാണുന്നത് ഒരു ഫാത്തിഹ ഓതിയാൽ അനാചാരം, ഖുർആൻ ഓതിയാൽ അനാചാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അനാചാരം, ദിക്ർ ചൊല്ലിയാൽ അനാചാരം, ഖബറിൽ നിന്ന് കൈയുയർത്തി ദുആർന്നാൽ അനാചാരം, തൽബീഹ് ചൊല്ലിയാൽ അനാചാരം. അനാചാരം നമ്മുടെ സമുദായത്തിൽ വേറെ എത്രയുണ്ട്. അതിനെതിരെ ശബ്ദിക്കാതെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് കുറെ വേണ്ടാത്തതും പറഞ്ഞു പോകുന്ന കുറെ കക്ഷികളുണ്ട്. ഈ സമുദായത്തിന് ഭാരമായി നടക്കുന്നവർ. ചോദിക്കട്ടെ, അവർക്ക് ഈ സമുദായത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? ഈ സമുദായത്തിന്റെ